നമ്മളിന്ന് കണ്ണൂരുള്ള പറശ്ശിനിക്കടവിലേക്ക് പോവുകയാണ്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ക്ഷേത്രത്തിലേക്ക്, നമ്മളെ കണ്ണൂർ മടപ്പുരയിലേക്ക്. പ്ലാറ്റ്ഫോം വരുന്നത് പ്ലാറ്റ്ഫോം 2 ആണ്. നമ്മളെ ഫറോക്ക് റെയിൽവേ സ്റ്റേഷനൊക്കെ നല്ല കിഡിലെല്ലാം ലുക്കാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോൾ അടുത്ത് വർക്ക് കഴിഞ്ഞാണ്. ഇവിടെ നല്ല അടിപൊളിയാണ്. ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഫുള്ളായിട്ടൊന്നും ഇല്ല. നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. 7:10 ഫറോക്ക് എടുക്കുന്ന മംഗളൂരു സെൻട്രൽ മെയിലാണ് പോണത്. നമ്മളെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് 70 രൂപ, രണ്ടാൾക്ക് 140 രൂപയാണ് ആയത്. MGR ചെന്നൈ സെൻട്രൽ നിന്നും മംഗളൂരു സെൻട്രൽ വരെ പോകുന്ന MGR ചെന്നൈ സെൻട്രൽ മംഗളൂരു സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് മെയിൽ പ്ലാറ്റ്ഫോം നമ്പർ 2 എത്തിച്ചേരും. നമുക്ക് പോകാനുള്ള ട്രെയിൻ എത്തിയിട്ടുണ്ട്. നമ്മൾ ജനറലിലാണ് എടുത്തത്. ഫ്രണ്ടിൽ 3 ജനറലും ബാക്കിൽ 2 ജനറലാണ്. നമ്മളെ കോച്ച് ഫുള്ള് തിരക്കായിരുന്നു, അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാനില്ല. അത്രയും ആൾക്കാർ ഇവിടെ ഫുള്ള് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നല്ല തിരക്കാണ്. നമുക്ക് ഇവിടുന്ന് ഒരു 300 മീറ്റർ പോകാനുള്ളൂ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക്. നമ്മൾ കോഴിക്കോട് മുതൽ കണ്ണൂർ വരെ ഫുള്ള് നിന്നിട്ടാണ് വന്നത്. അത്രയും തിരക്കായിരുന്നു. ഇനി നമുക്ക് ഇവിടുന്ന് പുതിയ സ്റ്റാൻഡിലേക്ക് നടക്കാം. ഇവിടെ നമുക്ക് 300 മീറ്റർ ഉള്ളു. പിന്നെ ഓട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോയ്ക്ക് മിനിമം ചാർജ് ഒരു 30 രൂപ എടുക്കേണ്ടി വരും. നേരെ അവിടേക്ക് പോവാം. നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടില്ല, ഇനിയിപ്പോൾ ഒരു ചായയൊക്കെ കുടിക്കണം. ഈ കാണുന്ന പ്ലാസ എന്ന് പറഞ്ഞ ഇവിടുന്നാണ് ഫുഡ് കഴിച്ചത്. ഭയങ്കര മോശം ഫുഡും ഭയങ്കര മോശം സർവീസുമാണ് അവിടുത്തെ. നമുക്ക് ഇവിടുന്ന് ഒരു മണിക്കൂറിൻ്റെ ഓട്ടം ഉണ്ടെങ്കിൽ ബസ്സിൽ കയറിയിട്ട് നമ്മൾ പുതിയ സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ്. ഇവിടുന്ന് ഒരു 200 മീറ്റർ ഉള്ളൂ കഷ്ടിച്ച്. അത്യാവശ്യം നല്ല തിരക്കുണ്ടാവുമെന്ന് വിചാരിക്കും. ഇന്നൊരു ഹോളിഡേയും കൂടി ആയതുകൊണ്ടേ. ഈ കാണുന്നതാണ് കണ്ണൂർ പുതിയ സ്റ്റാൻഡ്. നമുക്ക് ഇനി ഇവിടുന്നാണ് നമ്മളെ പറശ്ശിനിക്കടവിലേക്കുള്ള ബസ്. അതിക്ക് തോന്നുന്ന നേരെ കാണുന്ന നീല ബസ് പറശ്ശിനിക്കടവിലേക്കുള്ളതാവും. നമുക്ക് പോയി നോക്കാം. ഒരു ബസ്സുണ്ട്, അത് ഫുള്ളാണ്. നമ്മളെ ബസ്സിൽ നിർത്താൻ സമയമില്ല, അപ്പത്തേക്ക് ഫുള്ളായിട്ടുണ്ട്. പറഞ്ഞ നമുക്ക് പറശ്ശിനിക്കടവിലേക്ക് രണ്ടാൾക്ക് വന്നത് 50 രൂപ. അപ്പോൾ ഒരാൾക്ക് 25 രൂപയായത്. അവിടെ അപ്പോൾ ഒരു ബസ് പോയി കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ അടുത്ത ബസ്സൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട്. ബസ്സിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവരൊക്കെ അങ്ങോട്ട് കയറാനുള്ള, എല്ലാവരും ഇരുന്ന് യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. അങ്ങനെ നമ്മളെ ബസ് പുതിയ സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഇനി ഏകദേശം ഒരു 22 കിലോമീറ്റർ, 45 മിനിറ്റ് കൊണ്ട് നമ്മളവിടെ. ഈ പുതിയ സ്റ്റാൻഡിലേക്ക് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് സീറ്റ് കിട്ടുള്ളൂ. പോണ വഴിയൊക്കെ കയറുകയാണെങ്കിൽ റെയിൽവേൻ്റെ മുമ്പിലൊക്കെ ബസ് നിർത്തും. പക്ഷെ അവിടെ നിന്നൊക്കെ കയറുമ്പോൾ സീറ്റ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഒരു പഴയ ബസ് സ്റ്റാൻഡിലേക്കാണ് ഇപ്പോൾ വണ്ടി വന്നിരിക്കുന്നത്. നമ്മളെ ബസ് ഇനി ഇവിടുന്ന് കുറച്ച് ആൾക്കാരെ കയറ്റിയിട്ടൊക്കെയാവും പോവുക. നമ്മളെ വളപട്ടണം പുഴയാണ് ഈ കാണുന്നത്. നമ്മളെ കണ്ണൂർ നാഷണൽ ഹൈവേൻ്റെ പണിയൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. നല്ല വർക്കൊക്കെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പറശ്ശിനിക്കടവ് പോണ ഭാഗത്ത് തന്നെയാട്ടോ നമ്മളെ പറശ്ശിനിക്കടവ് സൂ ഒക്കെ വരുന്നത്. അതായത് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക്, അതേപോലെ തന്നെ നമ്മളെ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു റൂട്ട് തന്നെയാണത്.
അങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം യാത്ര ചെയ്ത് നമ്മളിതാ പറശ്ശിനി ബസ് സ്റ്റാൻഡ്. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടക്കാണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ പറശ്ശിനി ബസ് സ്റ്റാൻഡ് വരുന്നത്. ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് നേരെ ക്രോസ് ചെയ്ത് അവിടേക്ക് നടക്കുക. ഈ ഒരു വഴിയാണ് മടപ്പുര, പറശ്ശിനി മടപ്പുര മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കുള്ള ഒരു കവാടം എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ മടപ്പുരയിലേക്ക് പോകുമ്പോൾ പിന്നെ നമുക്ക് മുണ്ടൊന്നും എടുക്കണമെന്നില്ല, പാൻറ് തന്നെ മതി. അവിടേക്ക് ഈ മുണ്ടിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത് UP സ്കൂളാണ് ഇവിടെ, പറശ്ശിനിക്കടവ്. അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനുണ്ട് താഴത്തേക്ക്. ഇവിടേക്ക് എത്തുമ്പോൾ 2 സൈഡും ഫുള്ള് കടകളാണ്. 2 സൈഡായിട്ട് ഇങ്ങനെ കടകൾ, അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുക. പിന്നെ സ്റ്റെപ്പ്. പറശ്ശിനി എത്തിയും ഫുള്ള് നായ്ക്കള്. ക്ഷേത്രത്തിലേക്കുള്ള വഴി എന്താ ഇവിടെ ഇംഗ്ലീഷ്, തമിഴ് എല്ലാത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. നായക്കുട്ടന്മാരുണ്ട് ഇവിടെ. അകത്തേക്ക് വന്നപ്പോൾ ഫുള്ള് തിരക്ക്, ക്രൗഡ്. മുത്തപ്പൻ്റെ മടപ്പുരയുടെ മുമ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല തിരക്കാണ്. ഇവിടെ നിന്ന് സൺഡേ ആയതുകൊണ്ട് ഈ ഒരു വഴിയാണ് നമ്മളെ കാറിലും ബൈക്കിലൊക്കെ വരുന്നവർക്ക് പാർക്ക് ചെയ്യുന്ന ഏരിയ. പറശ്ശിനിക്കടവ് വിട്ടുവരെ വരുന്നത് ഇത് അവിടെയാണ്. ആ കാണുന്നതാണ് നമ്മളെ വളവട്ടണം പുഴ വരുന്നത്. നമുക്ക് അവിടുന്ന് കാല് കഴിക്കാൻ നേരെ ഉള്ളിലേക്ക് കയറാം. നല്ല തിരക്കാണ്. അങ്ങനെ കാല് കഴുകി നമുക്ക് ഇനി നേരെ അമ്പലത്തിനുള്ളിലേക്ക് കയറാം. ഫോട്ടോഗ്രാഫി നോട്ട് അലൗഡ്. നമ്മളെ വഴിപാട് കൗണ്ടർ ഇതാ കാണുന്നതാണ്. പ്രധാന വഴിപാടുകളിൽ ഒന്നാണിത്. ഇവിടെ ആര് ജാതിമത ഭേദമന്യേ ആര് വന്നാലും ഇത് കിട്ടും. ഇതെന്താ പറയുക, തേങ്ങാപ്പൂളം, പിന്നെ ഒരു ചായ ഉണ്ട് ഇവിടെ. ഇവിടെ നല്ല ചായയും കിട്ടും, പിന്നെ നല്ല പയറും. നല്ല തിരക്കാ താഴെ. ആ ഒരു ഭാഗത്താണ് ഷോറൂണിൻ്റെ ഏരിയ. ഷോറൂണ് 7:30 മുതൽ 4 മണി വരെ കേട്ടോ സമയം വരുന്നത്. വാട്ടർ അതോറിറ്റിൻ്റെ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ അത് അവിടെ കൊടുത്തിട്ടുണ്ട്. ബോട്ട് യാത്രേൻ്റെ ടിക്കറ്റൊക്കെ അത് ആ ഭാഗത്തേക്കാണ് വരുന്നത്. നമ്മളെ വളവട്ടണം പുഴയാണത് ഈ കാണുന്നത്. അതാണ് വരുന്നത് ബോട്ട്. ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്, പ്രൈവറ്റിൻ്റെ രണ്ടും ഉണ്ട്. ഇവിടെ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം അഴുക്കാണല്ലോ. ഇവിടെ ഇരിക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സമയം 11 മണി തന്നെ. നല്ല വെയില. ഈ കാണുന്ന ബോട്ടിൽ 100 റുപ്യ, 50 റുപ്യ ഒരാൾക്ക്. ഇതാ ടിക്കറ്റ് കൗണ്ടർ. രണ്ട് ടൈപ്പ് ബോട്ടുണ്ട്. ഒന്നിതാ ഇത് ചെറുതാണിത്. ഇത് കുറച്ച് ആൾക്കാരുള്ളൂ. നമ്മള് കയറിയത് അത്യാവശ്യം വലുതാണ്. അത്യാവശ്യം 10, 40, 50 ആൾക്ക് കയറാൻ പറ്റും. നല്ല കിടിലനൊരു
ബോട്ട് തന്നെയാണത്. പാട്ടൊക്കെ ഉണ്ട്, പാട്ട്. ഇവിടെ പല കാറ്റഗറി ഇട്ടിട്ട് അത് ഡബിൾ ഡെക്കർ ബോട്ടാണ്. ഇത് ഒരു 1.5 സാധനമാണ്. അത്യാവശ്യം നല്ല ആൾക്കാർ ഉള്ളു. മുകളിലുണ്ട്, താഴെയുണ്ട്. ഇത് മാത്രമല്ല, ഇതേപോലെ സ്പീഡ് ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ നമ്മളെ ട്രിപ്പ് കഴിഞ്ഞത് അടുത്ത ടീം കയറാൻ നിൽക്കുന്നുണ്ട്. ഇത് നല്ല പരിപാടി, അത്യാവശ്യം നല്ല രീതിയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് ഇനി എന്തായാലും ഇനി ഊട്ടുപുരയിലേക്ക് പോവാം, ഭക്ഷണം കഴിക്കുന്ന ഭാഗത്തേക്ക് പോവാം. ഭക്ഷണം കഴിക്കാനുള്ള തിരക്കാണത്. 12 മണിയാകുമ്പോഴാണ് ഗേറ്റ് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ കയറി ഏറ്റവും മുകളിൽ എത്തണല്ലേ. എൻ്റെ ആള് കൂടുതലായിട്ട് വരി ചുരുങ്ങി പാമ്പ് പോലെയാണ് പോണത്. ഇപ്പോൾ പിന്നെ വരിന്ന് ഇതാണ് ചോറും നല്ല സാമ്പാറും. കഴിക്കട്ടെ. വഴിപാട് കൗണ്ടറത്തെ തിരക്കൊന്നും ഇതുവരെ കഴിഞ്ഞില്ല. ദർശനം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പർച്ചേസിങ് കാര്യങ്ങളൊക്കെയാണ്. 2 സൈഡിലും നല്ല കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഓട്ടോ ടാക്സി ബൈക്കിനൊക്കെ വരുന്നൊരു ഈ ഒരു സ്ഥലത്താണ് പാർക്കിംഗ് വരുന്നത്. ഈ ഏരിയ ഫുള്ള് പാർക്കിങ്ങാണ്. ഒക്കെ വരുന്ന ആൾക്കാർക്ക് പാർക്കിംഗ് കഴിഞ്ഞ് നേരം ഇങ്ങോട്ട് നടന്നാൽ മതി, അധികം ഇല്ലല്ലോ. നടക്കുക ഭയങ്കര തിരക്ക്. എല്ലാവരും ഭയങ്കര പർച്ചേസിങ്ങിലാണ്. പർച്ചേസൊക്കെ ചെയ്ത് ചെറുതായിട്ടൊക്കെ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് സൺഡേ ഒരു തിരക്കാണ് ഇപ്പോൾ ഇത് കാണുന്നത്. നല്ലൊരു അമ്പൽക്കുളം. അപ്പോൾ നമ്മളെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി നേരെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.